Hello everyone, this is me Jincy from Gems Abroad. Today we're going to discuss about listening highlight correct summary. Before we get into the video, if you have not subscribed to our channel, kindly subscribe, and if you need any online coaching, you can just contact us. So let's begin the topic. Hello everyone. So today discussing on the question listening highlight correct summary. So what is highlight correct summary? നമുക്ക് ലിസണിംഗിൽ പൊതുവെ എന്താണ് ഓഡിയോ കേൾക്കും ഓഡിയോ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പ്രശ്നം വരും ഇതിലും സെയിം ആണ് നിങ്ങൾക്ക് ഓഡിയോ കേൾക്കും ആ ഓഡിയോയിൽ നമുക്ക് ഓപ്ഷൻസ് ഇവിടെ കാണും സോ ഓഡിയോയിൽ പറയുന്ന ഏത് സമ്മറിയാണോ ആപ്റ്റ് ആയിട്ട് ഈ ഓപ്ഷൻസിലുള്ളത് ആ ഓപ്ഷൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഒരു ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത് ആൻഡ് ഈ ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഒരു ഓപ്ഷനും ഒരു കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ഒരു മാർക്കാണ് ആൻഡ് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാർക്ക് പറഞ്ഞാല് ലിസണിങ് ആൻഡ് റീഡിംഗ് ആണ് സോ നമ്മൾ കറക്റ്റ് സമ്മറി അല്ലേ നോക്കുന്നത് സോ അതിന്റെ ഓഡിയോയിൽ കേൾക്കുന്ന ഏത് സമ്മറിയാണ് കറക്റ്റ് പറഞ്ഞേക്കുന്നത് റിലേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഏത് ഓപ്ഷനാണ് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് ഓഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ഓഡിയോ ബേസ് ചെയ്തിട്ട് അതിൽ നമുക്ക് 3 ഓപ്ഷൻസ് ആയിരിക്കും തന്നേക്കുന്നത് ഈ 3 ഓപ്ഷൻസിൽ ഏതാണ് ഓഡിയോ റിലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഓപ്ഷൻ ആണ് കറക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഓഡിയോയിൽ കേൾക്കുന്ന സെയിം വേർഡ് തന്നെ ചിലപ്പോൾ വരും ചിലപ്പോൾ അതിന്റെ സമ്മറി ആയിട്ട് സിനോണിംസ് ഒക്കെ കാണും സോ ശ്രദ്ധിച്ച് ഓഡിയോ കേട്ടാൽ മാത്രമേ നമുക്ക് ഏതാണ് ഓപ്ഷൻ കാരണം ഇതിലെ ഓപ്ഷൻസ് വെച്ചാൽ കുറച്ച് വലിയ ഓപ്ഷൻസ് ആണ് 1 വേർഡ് ആയിട്ട് വരുന്നില്ല കുറച്ചുകൂടെ 3 to 4 ആണ് സോ എല്ലാ ഓപ്ഷൻസും നമ്മൾ ഓഡിയോ കേൾക്കുന്നതിനനുസരിച്ച് നമ്മുടെ കേഴ്സർ വെച്ചിട്ട് നീക്കി നമ്മൾ ശ്രദ്ധിക്കണം ഏതൊക്കെ വേർഡ് ആണ് അവിടെ പറഞ്ഞേക്കുന്നത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് ആൻഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാം അതായത് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അത് എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഓപ്ഷൻസ് തമ്മിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്ത് ചെയ്യാം ആൻഡ് ലാസ്റ്റ് ലൈൻ ഫസ്റ്റ് ലൈൻ ഒക്കെ നോക്കണം അപ്പൊ ടോപ്പിക് എന്താണ് ടോപ്പിക് ഏതൊക്കെ വേർഡ്സ് ആണ് പറഞ്ഞേക്കുന്നത് എന്താണ് സമ്മറി എന്തിനെ റിലേറ്റ് ചെയ്താണ് ടോപ്പിക് സെൻസ് കാണുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും പിന്നെ അതിനൊരു എക്സാമ്പിൾ ഒക്കെ കൊടുക്കും സോ അത് റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ വേർഡ്സ് ആണ് നമുക്ക് ടോപ്പിക്കിൽ കേൾക്കാൻ പറ്റുന്നത് ആൻഡ് ആ സമ്മറി ആയിട്ട് നമുക്ക് ഏത് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സോ ഞാൻ ഐ ഷോ ദ സ്ക്രീൻ ഹൗ ദി ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി will look. So listening, yes, you have 8 questions in listening. അതിൽ fourth question ആണ് ഈ highlight correct summary. So you can see audio ഇപ്പുറത്ത് കാണാം and options 3 options 1 2 3 options കാണാം and നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഓഡിയോ സ്റ്റാർട്ട് ആയി ജസ്റ്റ് ഓടിച്ചിട്ട് ഈ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി റെഡി ആയിട്ട് വെക്കുക ആൻഡ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ പ്ലേ ആവും ഓഡിയോന്റെ കൂടെ തന്നെ നമ്മൾ എന്താ അവിടെ ചെയ്യേണ്ടത് കേൾക്കുക മാത്രമല്ല വിത്ത് ദ കേഴ്സർ ഏതൊക്കെ വേർഡ്സ് ആണ് എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ആൻഡ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് എലിമിനേറ്റ് ചെയ്യാം ബാക്കി നിങ്ങൾക്ക് റെസ്റ്റ് ടു എന്തൊക്കെയാണ് കേൾക്കാൻ പറ്റുന്നത് അത് മാത്രം കേൾക്കാം ടോപ്പിക് ഫസ്റ്റ് ലൈൻ ശ്രദ്ധിച്ച് കേൾക്കാം എന്നാൽ മാത്രം എന്താണ് ടോപ്പിക്കിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്പീക്കർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഞാനിപ്പോ ഓഡിയോ ലൈക്ക് ജസ്റ്റ് പ്ലേ നിങ്ങളും എന്റെ കൂടെ ഇരുന്ന് കേൾക്കുക ഏതാണ് ഓപ്ഷൻസ് ചൂസ് ഓക്കെ റിവേഴ്സ് കൗണ്ട് ഡൗൺ ടൈം ആണ് 10 9 8 7 the kind of the audio start down and again what you have to do check with the options. I want to take a quick look at how material culture, that is, the things or objects we value and use, tools, technology, etc., affects the non-material culture, our customs, behaviour, beliefs, attitudes, and so on. Now, of course, it works both ways. If you were, say, 18 years old when mobile phones became widespread, or when almost every home had a computer, you must have noticed a fairly significant change in people's attitudes and behaviour, including your own. These 2 technological innovations were readily accepted and considered very much a positive contribution to culture. On the other hand, there is the way in which our attitudes and beliefs have an effect on the material culture. Take, for example, genetic science. While many, if not most, people welcome the advances made in this field, from the discovery of DNA to the Genome Project and cracking the genetic code, with its promise of finding cures for diseases that have plagued mankind throughout history, many too object to the idea of cloning. This is not just because they fear, without reason, that it will mean creating a race of identical people if it gets into the wrong hands,
but simply because it is, in their opinion, unnatural. It goes against everything they believe in. Similarly, there are many who object to genetically modified food, even when they are told it might be the only way to feed a rapidly growing global population. So, we have heard the audio and the options being saved, which is the correct option. So, what the material culture are? So, culture, material, non-material, and how it has been affected. And how affected each other. So, I'm going to see first option goes with the audio. Again, material development affects the non-material culture. Again, example പറയുന്നത് ജെനറ്റിക്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആൻഡ് തേർഡിൽ വെച്ച് നോക്കുവാണെങ്കിൽ he gives the examples of the development of the genetic science ആണ്. ഇവിടെ പറഞ്ഞത് ജെനറ്റിക് എക്സാമ്പിൾ എങ്ങനെയാണ് it has changed it. But അവിടെ പറഞ്ഞിട്ടില്ല. And the benefits are how mankind despite a fair amount of opposition, which has not been inside in the passive, the audio പറഞ്ഞിട്ടില്ല how much amount of opposition ആണെന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ എക്സ്ട്രാ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ഓപ്ഷനിൽ അങ്ങനെ എക്സ്ട്രാ ഓപ്ഷൻസ് ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഓഡിയോയിൽ കേൾക്കുന്ന അതേ സമ്മറിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ എക്സ്ട്രാ അഗൈൻ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ ഓഡിയോയിൽ അല്ലാത്തതുണ്ടെങ്കിൽ യു കൻ ഈസിലി എലിമിനേറ്റ്. പക്ഷെ എക്സ്ട്രാ ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലാതെ പറഞ്ഞ ഒരു ഇതാണ് ദിസ് ഫസ്റ്റ് ഓപ്ഷൻ. സോ ഇതാണ് നിങ്ങൾ ഓഡിയോ കേൾക്കുന്ന അനുസരിച്ച് തന്നെ യു ക്യാൻ ഈസിലി സെലക്ട്. നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തണം. അങ്ങനെ നിങ്ങൾക്ക് ക്യാൻ സേവ് ദ ടൈം. ബിക്കോസ് ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. പിന്നെ നിങ്ങൾക്ക് ബാക്കി വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടൈം എടുത്ത് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഈ ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി, മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസർ, മൾട്ടിപ്പിൾ ചോയ്സ്, സിംഗിൾ ആൻസർ, ഇതിലൊക്കെ ഒത്തിരി ടൈം എടുത്ത് ചെയ്യാതെ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് വെച്ചിട്ട് സബ്മിറ്റ് ദെൻ ക്ലിക്ക്. കാരണം ഓഡിയോ തീരാതെ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് പോകാനും പറ്റില്ല. ഓഡിയോ തീർന്ന ഉടനെ നിങ്ങൾ നേരത്തെ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ഏത് റിലേറ്റഡ് ആണ് ആ ഓഡിയോ പോകുന്നത്, ഏത് ഓപ്ഷൻ ആണ് ആ ഓഡിയോയിൽ മാച്ച് ആയി പോകുന്നത്, അത് നേരത്തെ തന്നെ ചൂസ് ചെയ്ത് വെക്കുക. ആൻഡ് ദെൻ എന്താ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ യു ക്യാൻ കൺസ്യൂം. കാരണം ഇതിൽ തന്നെ നമ്മൾ ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്താൽ ഇമ്പോർട്ടന്റ് ആയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ സമയം കിട്ടത്തില്ല. ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ഡു യുവർ ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി. കറക്റ്റ് ആയിട്ടുള്ള സമ്മറി നമ്മൾ ചൂസ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഓഡിയോ കേൾക്കുന്ന ബേസിക്സിലുള്ള കറക്റ്റ് സമ്മറി ഏതാണ് ഓപ്ഷൻ ചൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി correct summary. Again, if you have any doubts related to this question or any question, you can just contact us. I'll be providing the WhatsApp number, and also we are providing the online coaching for PTE. And if you need an online coaching, you can just contact us, and I'm there to help you out. So next question, I'll come with the another video. So till then, stay tuned. See you. Thank you.